ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ ഇന്ത്യയുടെ അഭിമാനം എന്ന് പറയാവുന്ന തേജസ് വിമാനം അതുപോലെ തന്നെ ധ്രുവ് ഹെലികോപ്റ്റർ ഇതൊന്നും ഉണ്ടാവില്ലെന്ന് കേൾക്കുന്നു. തേജസ്സും ധ്രുവും ഇന്ത്യയുടെ അഭിമാനമാണ് എന്ന് പറയുന്നതിൽ കഴമ്പുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത്. ഞാൻ പെട്ടെന്ന് ആലോചിക്കുന്നത്, ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ തലവൻ AP സിംഗ് നടത്തിയ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. അദ്ദേഹം ഒരു മാസം മുമ്പ് പറഞ്ഞു, 1965 നമുക്കുണ്ടായിരുന്നതിനേക്കാളും കുറവ് യുദ്ധവിമാനങ്ങളെ ഇന്ത്യൻ എയർഫോഴ്സിന് ഇപ്പോൾ ഉള്ളൂ. നമുക്ക് 42 സ്ക്വാഡ്രൺ വിമാനങ്ങൾ വേണം, പക്ഷേ 31 മാത്രമേ ഇപ്പോൾ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് ഒരു വ്യോമസേനയുടെ തലവൻ, ഒരു സൈനിക മേധാവി പരസ്യമായി ഇങ്ങനെ നിലവിളിക്കുന്നത് അപൂർവമാണ്. ഇത് നമ്മൾ ഓർക്കണം. പലരും പറഞ്ഞു ഇങ്ങനെയൊക്കെ പറയാമോ, പറയാതെ എന്ത് ചെയ്യും? കാരണം അതിൻ്റെ ഒരു ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, ഏറ്റവും എവിഡൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ റിപ്പബ്ലിക് ദിന പരേഡിൽ തേജസ് ധ്രുവ ഹെലികോപ്റ്ററുകളും തേജസ് യുദ്ധവിമാനങ്ങളും പരേഡിനില്ല. എന്താണ് ധ്രുവ ഹെലികോപ്റ്റർ? നമ്മുടെ വയനാട് ദുരന്തം ഉണ്ടായപ്പോഴത്തേക്ക് മയിലിൻ്റെ പടമൊക്കെ ഉള്ളൊരു ഹെലികോപ്റ്റർ പറന്നു വന്ന് ഓർക്കുന്നില്ല, അതെ, അതാണ് ധ്രുവയാണ്. അപ്പോൾ ചിലരൊക്കെ പറഞ്ഞു എയർഫോഴ്സിന് ഇങ്ങനത്തെ വിമാനമോ? അത് ധ്രുവയാണ്. ധ്രുവ എന്ന് പറയുന്ന ഡബിൾ എഞ്ചിനായിട്ടുള്ള 2 എഞ്ചിനുള്ള അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്ററാണ്. അത് നമ്മൾ ഗ്രൗണ്ട് ചെയ്തിരിക്കുക. ഗ്രൗണ്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഇറക്കി വെച്ചിരിക്കുക. 330 ധ്രുവ വിമാനങ്ങൾ ഇനി ഹെലികോപ്റ്ററുകൾ നമ്മൾ ഉപയോഗിക്കേണ്ടെന്ന് തീരുമാനിച്ചു. അതായത് ഇന്ത്യൻ 2023 ഇതുപോലെ സംഭവിച്ചിരുന്നു. കഴിഞ്ഞ 4 മാസത്തിനിടയ്ക്ക് 2 തവണ ധ്രുവ ഹെലികോപ്റ്ററുകൾ തകർന്നു വീണു. പോർബന്തറിലാണ് കഴിഞ്ഞ മാസം കോസ്റ്റ് ഗാർഡിൻ്റെ ധ്രുവ തകർന്നു വീണത്. അതേ തുടർന്നാണ് എല്ലാ ധ്രുവ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്റർ, അത് ALH എന്ന് പറയും, ഇതെല്ലാം കൂടെ ഗ്രൗണ്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ സൈന്യത്തിൻ്റെ പക്കലുള്ള ആർമിക്ക് 180 ധ്രുവ ഹെലികോപ്റ്ററുണ്ട്. 60 എണ്ണം ആയുധങ്ങൾ, സ്പെഷ്യൽ ആയുധങ്ങൾ ഉപയോഗിക്കാവുന്ന രുദ്ര കാറ്റഗറിയിലുള്ളതാണ്. ഇന്ത്യൻ എയർഫോഴ്സിന് 75 ഉണ്ട്, നേവിക്ക് 24 ഉണ്ട്, കോസ്റ്റ് ഗാർഡിന് 19 ഉണ്ട്. ഇത്രയും ധ്രുവ ഹെലികോപ്റ്ററുകൾ ഗ്രൗണ്ട് ചെയ്തു. അതിന് പറപ്പിക്കണ്ട എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡിസൈൻ, നിർമ്മാണത്തിലെ വൈകല്യം, ക്വാളിറ്റി കൺട്രോള്, സർവീസിങ്, പരിപാലനം, മെയിൻ്റനൻസ്, പിന്നെ പൈലറ്റുമാരുടെ പരിശീലനം, ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ വിശദമായി പരിശോധിക്കാൻ ഇന്ത്യൻ സൈന്യം തീരുമാനിച്ചിരിക്കുകയാണ്. അതുവരെ ഇത് പറപ്പിക്കേണ്ട, അതിന് നിരന്തരം അപകടങ്ങളിൽപ്പെടുകയാണ്. തേജസിൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്. തേജസ് എന്ന് പറയുന്നത് സിംഗിൾ എഞ്ചിൻ വിമാനമാണ്, ഒറ്റ എഞ്ചിനുള്ള ലൈറ്റ് കോമ്പാക്റ്റ് എയർക്രാഫ്റ്റാണ്. തദ്ദേശീയമായി ഇന്ത്യ നിർമ്മിക്കുന്നത്. അതിൻ്റെ എഞ്ചിൻ ഇപ്പോൾ അമേരിക്കൻ കമ്പനിയിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ള വിവാദം ഉണ്ടായിരുന്നു. പക്ഷേ കിട്ടിയത് 2 തരത്തിലുള്ള ധ്രുവ വിമാനങ്ങളാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഈ 2 തരത്തിൽ MK1 ആൻഡ് MK2, കാരണം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന മിഗ് വിമാനങ്ങളാണ്. മിഗ് കൊണ്ടാണ് നമ്മുടെ റഷ്യൻ നിർമ്മിത മിഗാണ് നമ്മുടെ പ്രധാന സൈനിക എയർഫോഴ്സിൻ്റെ പ്രധാന പ്രഹരശേഷി എന്ന് പറയുന്നത്. ആ മിഗ് കൊണ്ട് ഏറ്റവും ആധുനികമായ F-16 നമ്മുടെ പൈലറ്റുമാർ അടിച്ചിട്ടുണ്ട്. അത് നമ്മുടെ പൈലറ്റുമാരുടെ മികവാണ്. ഈ റഷ്യൻ നിർമ്മിത വിമാനത്തെ കൂടുതൽ ഷാർപ്പൺ ചെയ്ത നമ്മുടെ ടെക്നോളജിയുടെ മിടുക്കുമാണ്. പക്ഷേ ഈ മിഗ് ഏറ്റവും കൂടുതൽ അപകട സാധ്യതയുള്ള വിമാനമായതുകൊണ്ട് അതിനെ വിളിക്കുന്നത് പറക്കുന്ന ശവപ്പെട്ടി എന്നാണ്. അതുകൊണ്ട് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 4th ജനറേഷൻ, 4ാം തലമുറ യുദ്ധവിമാനങ്ങൾ നമ്മൾ ഉണ്ടാക്കുക എന്നുള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് 1980 നമ്മൾ ഈ പദ്ധതി, 84 തേജസ് എന്നുള്ള വിമാനത്തിൻ്റെ പദ്ധതി തന്നെ നമ്മൾ വിഭാവനം ചെയ്ത്. 4th ജനറേഷൻ 4ാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനമായിരുന്നു തേജസ്. പക്ഷെ 17 വർഷം കഴിഞ്ഞു. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനം ഇതൊന്ന് ഉണ്ടാക്കിയെടുത്തു. HAL-ന് ഓർഡർ കൊടുത്തിട്ട് 2010 ഓർഡറും കൊടുത്തു. അവർ പരീക്ഷണ പറക്കൽ നടത്തി. ഞാൻ പറഞ്ഞില്ലേ 2 തരത്തിലുള്ള തേജസ്, MK1, MK2. MK2ൻ്റെ പരീക്ഷണ പറക്കൽ പോലും നടന്നിട്ടില്ല ഇതുവരെ. 84 മുതൽ നമ്മൾ വിഭാവനം ചെയ്യുന്ന പദ്ധതി 2025 എത്തിയിട്ടും HAL-ൻ്റെ പദ്ധതി ഇങ്ങനെയാണ്. എത്രായിരം കോടി, 10,000 കോടി രൂപയാണ് ഇതിനുവേണ്ടി പാഴായിപ്പോയത്. അങ്ങനെ 84 മുതൽ HAL പണിതിറക്കിയ യുദ്ധവിമാനം തേജസും ഗ്രൗണ്ട് ചെയ്തിരിക്കുക. ഇപ്പോൾ ഇതിനിടയ്ക്ക് സംഭവിച്ചെന്നറിയോ? ചൈന, നമ്മുടെ തൊട്ടടുത്ത ശത്രുവായ ചൈന 5th ജനറേഷൻ ഉണ്ടാക്കി. അത് വന്നു കഴിഞ്ഞു, പരീക്ഷണ പറക്കൽ നടത്തി. 6th ജനറേഷൻ ഉണ്ടാക്കി കഴിഞ്ഞു, 6ാം തലമുറ ഉണ്ടാക്കി. 7ാം തലമുറ യുദ്ധവിമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ നിർമ്മാണം ആരംഭിച്ചു. നമ്മുടെ 4ാം തലമുറ പൂർത്തിയാക്കിയിട്ടില്ല. 4ാം തലമുറ പൂർത്തിയാക്കാതെ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ തേജസ് വീണ്ടും നന്നാക്കാൻ വേണ്ടി HAL ലഭിച്ചിരിക്കുക. ചൈന 7ാം തലമുറയിലേക്ക് പോകുമ്പോൾ നമ്മൾ 4ാം തലമുറ വീണ്ടും റെഡിയാക്കാൻ പോകും. എന്തിനാണ്? 7ാം തലമുറ യുദ്ധവിമാനങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഈ തേജസ് പോലെയുള്ള 4ാം തലമുറ യുദ്ധവിമാനങ്ങൾക്ക് എന്തു പ്രസക്തിയാണ്?
ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, 4ാം തലമുറ യുദ്ധവിമാനം ഉണ്ടാക്കാനുള്ള കരാറ് 84 മുതൽ ഇതിൻ്റെ പ്രൊജക്റ്റ് കൊണ്ടുവന്നിട്ട് 2024 വിജയകരമായി നിർമ്മിച്ച് കൈമാറാൻ കഴിയാത്ത HAL തന്നെ നമ്മൾ 5ാം തലമുറ യുദ്ധവിമാനം ഉണ്ടാക്കാൻ കൊടുത്തിരിക്കുക. അപ്പോൾ നമ്മൾ ഈ പൊതുമേഖല എന്നൊക്കെ പറയും, പക്ഷേ പൊതുമേഖല എന്ന് പറയുന്ന ഒരു വെള്ളാനയായിട്ട് മാറുന്നു. നമ്മുടെ എയർഫോഴ്സിനെ ശാക്തീകരിക്കുന്നതിന് പകരം ദുർബലമാക്കുന്നതിൽ വലിയ നിർണായകമായ പങ്ക് വഹിക്കുന്ന ഒരു സ്ഥാപനമായി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് മാറിയിരിക്കുന്നു എന്ന് പറയാൻ നിവർത്തിയാണ്. ഇനിയിപ്പോൾ എന്താ മാർഗം? ഇനിയിപ്പോൾ ഉള്ള മാർഗം റഫേൽ പോലെയോ ഒക്കെയുള്ള മറ്റു വിമാനങ്ങൾ, അല്ലെങ്കിൽ അമേരിക്കയുടെ F-35 വരെ വന്നു കഴിഞ്ഞു. ഇതുപോലുള്ള വിമാനങ്ങൾ ആ രാജ്യങ്ങളിലൊക്കെ കാല് പിടിച്ച് വാങ്ങിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ടാറ്റ ഇപ്പോൾ വഡോദരയിൽ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റം ലിമിറ്റഡ് TASL എന്ന് പറയുന്ന സ്വകാര്യ വിമാന കമ്പനി ടാറ്റ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർക്ക് കൊടുക്കാതിരിക്കാം, പ്രൈവറ്റ് കമ്പനി ആയത് കാരണം സർക്കാർ സ്ഥാപനം പോലെ എഴഞ്ഞ് പോകത്തില്ല. എന്നാൽ പോലും ഒരു 5th ജനറേഷൻ വിമാനം ഉണ്ടാക്കാൻ TASLനെ ഏൽപ്പിച്ചപ്പോലും 10 വർഷം എടുക്കും. അപ്പോഴേക്ക് ചൈന 7 കഴിഞ്ഞ് 8ാം തലമുറ വിമാനത്തിലേക്ക് പോകും. അപ്പോൾ നമ്മൾ 5ലേക്ക് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സ് എന്ന് പറയുന്നത് വല്ലാത്ത പരിതാപകരമായ അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നുവെന്ന് AP സിംഗ് എന്ന് പറയുന്ന എയർ ചീഫ് പറയേണ്ടി വരുന്നത് നിർഭാഗ്യകരമായൊരവസ്ഥയാണ്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ സ്വാതന്ത്ര്യദിന പരേഡിൽ ധ്രുവ വിമാനങ്ങളും തേജസ് ധ്രുവ ഹെലികോപ്റ്ററുകളും തേജസ് വിമാനങ്ങളും പ്രദർശിപ്പിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. നമ്മളിപ്പോൾ മോദിയുടെ കാലത്ത് രാജ്യം വല്ലാതെ സൈനികമായി മെച്ചപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മുടെ എയർഫോഴ്സിൻ്റെ മേധാവി പരസ്യമായി, അസാധാരണമാണ്, അങ്ങനെയൊന്നും അവർ പറയാറില്ല, അങ്ങനെ നമ്മൾ വല്ലാത്ത ദയനീയാവസ്ഥയിലാണെന്ന് ഉറക്കെ പറയേണ്ടി വരുന്നത്. അപ്പോൾ ഈ മേക്ക് ഇൻ ഇന്ത്യ പ്രൊജക്റ്റിലൂടെ നമ്മൾ വലിയ യുദ്ധവിമാനം ഉണ്ടാക്കുന്നു പറയുന്നുണ്ട്. പക്ഷേ ഉണ്ടാക്കുന്ന മുഴുവൻ HAL എന്ന് പറയുന്ന ഒരു വലിയ വെള്ളാനയായി മാറിയിരിക്കുന്നു എന്നാണ്. അതാണ് പറഞ്ഞത് 84 കൊടുത്തു, 17 വർഷം കഴിഞ്ഞിട്ടാണ് തേജസ് യുദ്ധവിമാനത്തിൻ്റെ 17 വർഷത്തെ ആദ്യ പറക്കൽ നടത്തിയത്. 2021 നമ്മൾ 40 വിമാനങ്ങൾക്ക് ഓർഡർ കൊടുത്തു. 2025 അത് കൈമാറാൻ കഴിയുന്നില്ല. അപ്പോൾ അതിനകത്ത് ഇടയ്ക്ക് ഈ എഞ്ചിൻ അമേരിക്കയിൽ നിന്ന് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കാലതാമസം. പക്ഷേ അത് മാത്രമൊന്നുമല്ല, എഞ്ചിൻ കിட்ட 17 വർഷം എടുത്തിട്ട് 17 വർഷം കൊണ്ട് എന്ത് ശ്രമം നടത്തി നമ്മൾ ആലോചിക്കണ്ടേ? അപ്പം നമ്മുടെ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തണം എന്നൊക്കെ പറയുന്ന ആളുകൾ ആലോചിക്കണം. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനം ഉണ്ടാക്കിയ 2 സാധനമാണ് ധ്രുവയും തേജസും, അല്ലേ? രണ്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഇതിനു വേണ്ടി എത്രായിരം കോടി, ഞാൻ നേരത്തെ പറഞ്ഞ ആവർത്തി, എത്രായിരം കോടി രൂപ നമ്മുടെ നികുതി പണം പാഴായി. എന്നിട്ടോ ആ പണം പാഴായത് പോട്ടെ, അതുകൊണ്ട് നമുക്ക് റിസൾട്ട് ഉണ്ടോ? ഉണ്ടാക്കിയ സാധനം ഉപയോഗിക്കാൻ പറ്റാതെ ഗ്രൗണ്ട് ചെയ്യേണ്ടി വന്നിരിക്കുന്ന അവസ്ഥയെത്തിരിക്കുന്നു. രാജ്യം 26ാമത്തെ റിപ്പബ്ലിക് ദിന പരേഡ് ആഘോഷിക്കാൻ പോവാണ്, അല്ലേ? റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു. അതിൻ്റെ ഭാഗമായി നമ്മുടെ മൈറ്റി മിലിറ്ററി പവർ കാണിക്കുന്ന സൈനിക പരേഡൊക്കെ നടക്കും. നമ്മൾ ഈ പറഞ്ഞ പോലെ ഇലക്ട്രോണിക് മ്യൂൾസിനെ വരെ അണിനിരത്തിക്കൊണ്ട് നമ്മൾ സൈന്യം മുന്നേറി. പക്ഷേ എയർഫോഴ്സിൻ്റെ അവസ്ഥ, എയർഫോഴ്സ് മേധാവി ഈ പറയുന്നത് മോദിയുടെ കാതിൽ ചെല്ലണം. കാരണം ഇപ്പം ഞാൻ പറയുന്നത് 4ാം തലമുറ യുദ്ധവിമാനം പോലും ഉണ്ടാക്കിയെടുത്ത് വിജയകരമായി വായുസേനയ്ക്ക് കൈമാറാൻ കഴിയാത്ത HALനെ തന്നെ 5ാം തലമുറയുടെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എത്ര കാലമെടുക്കും? അപ്പോൾ വ്യോമസേനയുടെ ശക്തി നമ്മൾ വിചാരിക്കുന്ന പോലെ ഉയരില്ലെന്ന് മാത്രമല്ല, നമ്മുടെ ശത്രുക്കൾ വല്ലാതെ അഡ്വാൻസ്ഡ് ആയിട്ട് പോവുകയും ചെയ്യും. ഇനിയിപ്പോൾ 7th ജനറേഷനെ കുറിച്ച് ആലോചിച്ച് തുടങ്ങി. 6th ജനറേഷൻ വന്നു, 5th ജനറേഷൻ, എല്ലാ വിമാനങ്ങളും 5th ജനറേഷനായി. 5ാം തലമുറ വിമാനങ്ങളായപ്പോൾ നമ്മൾ 4 ഉണ്ടാക്കാൻ വീണ്ടും ആരോട് പറഞ്ഞുകൊണ്ടിരിക്കുക? HAL 17 വർഷം മുമ്പ് കൊടുത്തത് പൂർത്തിയാക്കാത്ത ഇവരോട് വീണ്ടും ഉണ്ടാക്കാൻ പറയാം. ശരിക്കും ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഒരു സ്ഥിരം പല്ലവി അല്ലെ, എല്ലാ കെടുകാര്യസ്ഥത, പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്ഥിരമായി കാണിക്കുന്ന കെടുകാര്യസ്ഥത HAL എന്ന് പറയുന്ന ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് ഉണ്ട് എന്നതിൻ്റെ പ്രകടമായ തെളിവാണ് തേജസും ധ്രുവയും ഈ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാത്തത്. ഇപ്പോൾ നമ്മൾ പ്രൈവറ്റൈസേഷന് വേണ്ടി വർത്തമാനം പറയുകയാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ആണെന്ന് പറയേണ്ടി വരും. നമുക്ക് മിനിമം സ്റ്റിപ്പുലേറ്റഡ് ടൈം പീരീഡിൽ ക്വാളിറ്റി, നമ്മൾ പറയുന്ന സ്പെസിഫിക്കേഷൻസ് വെച്ചിട്ട് സാധനങ്ങൾ ഉണ്ടാക്കി കിട്ടണം. ഇതേ മാർഗ്ഗമുള്ളൂ. അവിടെ യൂണിയൻ ഉണ്ടാക്കുക, ബഹളം വെക്കുക, സമരം ചെയ്യുക, ഞങ്ങൾ സർക്കാർ നയത്തിൽ പോവുക എന്നൊക്കെ പറയുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. നോക്കൂ, ISRO നമ്മളിപ്പോൾ ഒരു എലീറ്റ് ട്രിപ്പിൽ അംഗമായിരിക്കുക, ബഹിരാകാശത്ത് വെച്ച് 2 ഉപഗ്രഹങ്ങൾ തമ്മിൽ ഡോക്ക് ചെയ്യാനുള്ള നമ്മുടെ ശ്രമം, ISROയുടെ ശ്രമം വിജയിച്ചു എന്ന് മാത്രമല്ല, അത് അമേരിക്കയും ചൈനയും റഷ്യയും കഴിഞ്ഞാൽ ആ കപ്പാസിറ്റിയുള്ള ഏക രാജ്യമായിട്ട് നമ്മൾ മാറി. ISRO ഒരു സർക്കാർ സ്ഥാപനമാണ്, അവിടെ ശാസ്ത്രജ്ഞന്മാരുണ്ട്. അതും ISRO റോക്കറ്റ് വിക്ഷേപണമൊക്കെ ആണെങ്കിലും അതൊരു മിലിറ്ററി സ്വഭാവമുള്ള
പൊതുമേഖലാ സ്ഥാപനം തന്നെയാണ്. അവിടെ ഉണ്ടാക്കുന്ന മിസൈലുകളൊക്കെ റോക്കറ്റുകളൊക്കെ നാളെ മിസൈലുകളൊക്കെ ആക്കി മാറ്റാം. ഈ ഇപ്പോഴത്തെ ഡോക്കിംഗ് വഴി ഉണ്ടായിരിക്കുന്ന മെച്ചം എന്ന് പറഞ്ഞാൽ അവിടുത്തെ നമ്മുടെ ഭാവി ലക്ഷ്യമായ ഇന്ത്യയുടെ സ്വന്തം സ്പേസ് സ്റ്റേഷൻ വേണം. നമുക്ക് ആളുകളെ ഗഗൻയാൻ വഴി 4 പേരെ ആകാശത്തെത്തിക്കണം. ചന്ദ്രനിലെ ചന്ദ്രയാൻ 4ൻ്റെ പരീക്ഷണങ്ങളുണ്ട്. അവിടെ ചന്ദ്രയാൻ 4 എന്ന് പറഞ്ഞാൽ അവിടുന്ന് പാറയും മറ്റും ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് പരീക്ഷണങ്ങൾ നടത്തി. ഇതൊക്കെയാണ് ചന്ദ്രയാൻ 4ൻ്റെ ലക്ഷ്യങ്ങൾ. ഗഗൻയാൻ 4ലൂടെ 2026 മനുഷ്യരെ സ്പേസിൽ എത്തിക്കാൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇതിനൊക്കെ സഹായിക്കുന്ന തരത്തിലാണ് ഡോക്കിംഗ് നടത്തിയത്. ISRO അല്ലേ നടത്തിയത്. ഇതിന് ഈ ഡോക്കിങ്ങിൻ്റെ വേറൊരു ഗുണം ഉണ്ട്. നമുക്ക് ശത്രു ഉപഗ്രഹങ്ങൾ നമ്മുടെ മുകളിലൂടെ പോകുന്ന ശത്രു ഉപഗ്രഹങ്ങളെ ഡോക്കിംഗ് ഉപയോഗിച്ച് നമുക്ക് വേറെ സാറ്റലൈറ്റിനെ വിട്ട് വേണം നശിപ്പിക്കാം. കേടായിപ്പോയ ഉപഗ്രഹങ്ങൾ നന്നാക്കാം, അതിൻ്റെ സെൻസറുകൾ മാറ്റിവെക്കാം. അങ്ങനെ ഡോക്കിംഗ് പോലെ ലോകത്ത് 3 രാജ്യങ്ങൾക്ക് മാത്രം നേടിയെടുക്കാൻ കഴിയുന്ന സാങ്കേതികത നമ്മൾ കൈവരിച്ചു കഴിഞ്ഞു. ISROയ്ക്ക് എങ്ങനെ കഴിയുന്നു? അതേപോലെ എന്തുകൊണ്ട് HALനെ പ്രാപ്തരാക്കാൻ കഴിയുന്നില്ല? ഇത് വളരെ ഗൗരവത്തോടെ നമ്മുടെ രാജ്യം ഭരിക്കുന്നവർ ആലോചിക്കേണ്ട കാര്യമാണ്. ഏതായാലും വിമാനങ്ങൾ 5ാം തലമുറ വിമാനമെങ്കിലും നമ്മുടെ എയർഫോഴ്സിന് അടിയന്തരമായി ലഭ്യമാക്കേണ്ടതുണ്ട്. അത് HALന് കൊടുക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം വങ്കത്തരമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം 4ാം തലമുറ തേജസ് വിമാനങ്ങൾ ഉണ്ടാക്കി 17 വർഷം കഴിഞ്ഞിട്ടും കൈമാറാൻ കഴിയാത്ത വിവരദോഷികളായ ശുംഭന്മാർ ഇരിക്കുന്ന HAL എങ്ങനെ എപ്പോൾ 5ാം തലമുറ ഉണ്ടാക്കിത്തരും? അപ്പോൾ ചൈന 7ാം തലമുറ യുദ്ധവിമാനം ഉണ്ടാക്കി കഴിഞ്ഞിരിക്കും. പാകിസ്ഥാൻ കാശ് കൊടുത്ത് ഇതൊക്കെ വാങ്ങിക്കുകയും ചെയ്തിരിക്കും. നമ്മളപ്പോഴും 3ാം തലമുറയും 4ാം തലമുറയും ഒക്കെ വെച്ചുകൊണ്ട് നമ്മുടെ പൈലറ്റുമാരുടെ മികവ് കൊണ്ട് മാത്രം F-16നെയൊക്കെ അടിച്ചിടുന്ന സേനയായി നമ്മുടെ വായുസേന നിൽക്കേണ്ടി വരും. അതിലുള്ള പ്രതിഷേധം കൂടിയായിരിക്കും വ്യോമസേനാ മേധാവി വീണ്ടും തൻ്റെ സേനയുടെ പരിതാപകരമായ അവസ്ഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ NSAയും ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ബഹുമാന്യനായ പ്രധാനമന്ത്രിയും ഒക്കെ കാണേണ്ടതാണ്, കേൾക്കേണ്ടതാണ്. നമുക്ക് 5ാം തലമുറ 6ാം തലമുറ വിമാനങ്ങൾ ഇന്ത്യൻ എയർഫോഴ്സിന് അടിയന്തരമായി ആവശ്യമുണ്ട്. ചുരുങ്ങിയ വർഷം 5ാം തലമുറ വിമാനങ്ങളെങ്കിലും നമ്മൾ പ്രൊക്യൂർ ചെയ്യണം. അത് HAL ഉണ്ടാക്കിത്തരില്ല, നമ്മൾ വാങ്ങിയ മാർഗ്ഗമുള്ളൂ. റഫേൽ പോലെയുള്ള അതിലും മികച്ച യുദ്ധവിമാനങ്ങൾ നമ്മൾ വാങ്ങണം. നമ്മുടെ ഈ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ HALനെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് നീങ്ങിയാൽ നമ്മുടെ സമ്പാദ്യം പറക്കാൻ ഉറപ്പില്ലാത്ത ധ്രുവ ഹെലികോപ്റ്ററുകളും തേജസ് യുദ്ധവിമാനങ്ങളുടെയും ചരിത്രം പോലെ ആയിപ്പോവും. അതിനുള്ള നടപടി ഉണ്ടാക്കണം. പൊതുമേഖല ആണ് അവസാന വാക്കെന്ന് ഇപ്പോഴും മോദി കരുതുന്നുവെങ്കിൽ അത് തെറ്റാണ് എന്ന് പറയാൻ എയർ ചീഫ് മാർഷലിൻ്റെ വാക്കുകൾ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.